ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമേഴ്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിൽ ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് പാർട്ടിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അലവൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അലവൻസിൽ 3 ടൈപ്പ് അലവൻസ് ഉണ്ട്. ഫുള്ളി ടാക്സബിൾ അലവൻസ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതേപോലെ അലവൻസ് എക്സംപ്റ്റ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ്, അതാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുള്ളി ടാക്സബിൾ അലവൻസിൽ ഒരു 10-12 അലവൻസ് പറഞ്ഞു. ഇനി പാർട്ലി ടാക്സബിൾ അലവൻസിൽ HR നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള അലവൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കൊടുക്കാം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇറ്റ് ഈസ് ആൻ അലവൻസ് ഗിവൺ ബൈ ദി എംപ്ലോയർ ടു എംപ്ലോയി. ഒരു എംപ്ലോയി കൊടുക്കുന്ന ഒരു അലവൻസ് ആണ്. At its first, it's fully included in the assessee's income and then deducted under section 16 in the case of government employee only after computing the gross salary. അപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ വീണ്ടും ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് സാലറി എന്ന ടോപ്പിക്കിൽ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുക, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും ആദ്യം സാലറിയുടെ കൂടെ ആഡ് ചെയ്യും, ഒരു അസസ്സിയുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ് ഫസ്റ്റ് ടൈം. പിന്നെ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ മാത്രമേ ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. ആർക്ക് മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ? ഗവൺമെൻറ് എംപ്ലോയിക്ക്. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഈസ് എക്സംപ്റ്റ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ദി ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഇൻ കേസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയി. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയിക്ക് ഈ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കുറക്കാം. അപ്പോൾ എല്ലാ സാലറിയും കൂടി കൂട്ടിയതിന് ശേഷം, ഇൻക്ലൂഡിങ് എൻ്റർടൈൻമെൻറ്റ് അലവൻസും കൂടി കൂട്ടിയതിൻ്റെ ശേഷം അതിൽ നിന്ന് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കുറക്കാം. പക്ഷേ കുറക്കുമ്പോൾ കണ്ടീഷൻ ഉണ്ട്, ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. താഴെ പറയുന്ന 3 എമൗണ്ട് ഉണ്ട്, അതിൽ ഏറ്റവും കുറവ് ഏതാണോ അതേ കുറക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ആക്ച്വൽ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവ് ചെയ്തത്, പിന്നെ 20% ഓഫ് ബേസിക് സാലറിയുടെ 20%, പിന്നെ 5,000. അപ്പോൾ ഈ 3ഉം കൺസിഡർ ചെയ്തിട്ട് ഇതിൽ ഏതാണോ ലീസ്റ്റ് എമൗണ്ട്, ഏറ്റവും കുറവ് എമൗണ്ട് ഏതാണോ അത് ഗ്രോസ് സാലറിയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഫോളോയിങ് ആർ ദി ഡീറ്റെയിൽസ് ഓഫ് മിസ്റ്റർ ദാസ്, എ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി, ബേസിക് സാലറി 5 lakh ആണ്, DA 45,000 പെർ ആനം, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 1,500 പെർ മന്ത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി സാലറി 5 lakh, DA 45,000 ആണ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 1,500 പെർ മന്താണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് 18,000. അപ്പോൾ ടോട്ടൽ ഗ്രോസ് സാലറി കിട്ടി 5,63,000. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും നോൺ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും ആദ്യം സാലറി കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഈ ഗ്രോസ് സാലറി ആയിട്ടുള്ള 5,63,000 നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കാം. ഒന്നാമത്തത് അത് 50,000 രൂപ, സാലറിയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ കുറയ്ക്കാം. പിന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കുറയ്ക്കാം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എങ്ങനെയാണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എത്ര ഈ എമൗണ്ട് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ ഇവിടെ ഈ എംപ്ലോയി ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ ആദ്യം സാലറിയുടെ കൂടെ ആഡ് ചെയ്തു, എന്നിട്ട് ഗ്രോസ് സാലറിയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്നത് ആർക്ക് മാത്രമേ? ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് കുറയ്ക്കാൻ പറ്റും. ആക്ച്വൽ HR റിസീവ്ഡ് 18,000 ആണ്, 1,500 രൂപ പെർ മന്ത് വെച്ചിട്ട്. ദെൻ 20% ഓഫ് ബേസിക് സാലറി എന്നുള്ളത് 5 lakh ആണ്, അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ 1 lakh. ഓക്കെ, ബേസിക് സാലറിയാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ മാക്സിമം 5,000. ഇതിൽ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എമൗണ്ട് ഏതാണ്? 5,000 ആണ്. അപ്പോൾ 5,000 കുറയ്ക്കുക. ഇൻകം ഫ്രം സാലറി എന്നത് 5,08,000 ആകും. ഓക്കെ, ക്ലിയർ. ഇനി നെക്സ്റ്റ് പറയുന്നത് സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയി. അപ്പോൾ കുറച്ച് എക്സ്പെൻഡിച്ചർ പറയുന്നുണ്ട്. ആ എക്സ്പെൻഡിച്ചർ എത്രയാണോ ചിലവായത് അത് എക്സെപ്ഷൻ കിട്ടും, ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആകും. These allowance are given to meet expense incurred in the performance of duty of his office. അപ്പോൾ ജോലി സമയത്ത് അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം ഉള്ള എക്സ്പെൻസ് ആണ്. These allowance are exempt to the extent of the actual amount spent by the employee. ഇതാണ് പറയുന്നത്, എത്രയാണോ എംപ്ലോയി ചിലവാക്കിയത് ആ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ അലവൻസ് ആയിട്ട് കിട്ടിയ എമൗണ്ടിൽ നിന്ന്
എത്രയാണോ എംപ്ലോയിക്ക് ആക്ച്വലി ചിലവായത് അത് എമൗണ്ട് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആകും. അപ്പോൾ ഇതിൽ ഈ ഒരു സ്പെഷ്യൽ അലവൻസിൽ പെടുന്നത് ഫസ്റ്റ് വൺ ട്രാവലിംഗ് അലവൻസ്, കൺവെയൻസ് അലവൻസ്, ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, അക്കാഡമിക് അലവൻസ്, യൂണിഫോം അലവൻസ്. അപ്പോൾ ഇങ്ങനെ ഈ 6 ടൈപ്പ് അലവൻസ് ഉണ്ട്. ഈ അലവൻസിൻ്റെ പേരിൽ തരുന്ന എമൗണ്ട് അത് എത്ര രൂപ ചിലവായി എന്ന് നോക്കുക. ചിലവായ എമൗണ്ട് ഡിഡക്ഷൻ കിട്ടും, ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആകും. ഫോർ എക്സാമ്പിൾ യൂണിഫോം അലവൻസ് ഉണ്ട്. യൂണിഫോം അലവൻസ് ഒരു വർഷം യൂണിഫോം തയ്ക്കാൻ തന്നുള്ളത് 2000 രൂപയാണ്. നിങ്ങൾ 1000 രൂപയ്ക്ക് യൂണിഫോം സെറ്റാക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ആക്ച്വലി യൂണിഫോം അലവൻസ് തന്നത് എത്രയാണ്? 2000 രൂപയാണ്. പക്ഷേ നമ്മൾ ചിലവാക്കിയത് 1000 രൂപയേ ഉള്ളൂ. അപ്പോൾ ഈ 2000-ൽ നിന്ന് 1000 രൂപ കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആകും. അപ്പോൾ എത്രയാണോ ചിലവായത് അത് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് സാലറിയുടെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, രണ്ടാമത്തതാണ് സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് എംപ്ലോയി. എംപ്ലോയിയുടെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസാണ്. അതിൽ ഫസ്റ്റ് വൺ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഈസ് എക്സംപ്റ്റ് അപ് ടു ₹100 പെർ മന്ത് പെർ ചൈൽഡ്, മാക്സിമം 2 ചിൽഡ്രൻ. അപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഒരു എംപ്ലോയിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് 100 രൂപ വീതം ഒരു മാസത്തേക്ക് മാക്സിമം 2 കുട്ടിക്കാണ് ഈ ഡിഡക്ഷൻ കിട്ടുക. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു എംപ്ലോയിക്ക് 8000 റുപ്പീസ് ഒരു വർഷത്തേക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ഈ എംപ്ലോയിക്ക് 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിക്ക് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എത്ര കുറക്കാൻ പറ്റും? 100 രൂപ ഒരു മാസത്തേക്ക്. അപ്പോൾ ഒരു വർഷത്തേക്കാകുമ്പോൾ 1200, മാക്സിമം 2 ചിൽഡ്രൻ. അങ്ങനെയാണെങ്കിൽ 2400 എന്തിൽ നിന്ന് കുറയ്ക്കാം? ഈ ഒരു 8000-ൽ നിന്ന് കുറയ്ക്കാം. ഓക്കെ, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ എത്രയാണോ അലവൻസ് ആയിട്ട് കിട്ടിയത് അതിൽ നിന്ന് നമ്മൾ ഒരു കുട്ടിക്ക് 100 രൂപ വീതം പെർ മന്ത് പെർ ചൈൽഡിന് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ 8000 രൂപയാണ് കിട്ടിയത്. ഒരു കുട്ടിയുള്ളതെങ്കിൽ 1200 രൂപ കുറയ്ക്കാം, ബാക്കിയുള്ള എമൗണ്ട് എന്താകും? ടാക്സബിൾ ആകും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്. ഹോസ്റ്റൽ അലവൻസും ഇതേപോലെ തന്നെ 100-ന് പകരം 300 ആവുന്നുള്ളൂ. 300 പെർ മന്ത് പെർ ചൈൽഡ്, മാക്സിമം 2 ചിൽഡ്രൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ട്രാവലിംഗ് അലവൻസ് ആണ്. ട്രാവലിംഗ് അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ എംപ്ലോയി ടു മീറ്റ് ഹിസ് എക്സ്പെൻഡിച്ചർ ഓൺ ഫോർ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ബിറ്റ്വീൻ ദ പ്ലേസ് ഓഫ് ഹിസ് റെസിഡൻസ് ആൻഡ് പ്ലേസ് ഓഫ് ഹിസ് ഡ്യൂട്ടി. അപ്പോൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്. അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ടിംഗ് അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ എംപ്ലോയി ഹൂ ഇസ് ബ്ലൈൻഡ്, ഡഫ്, ഡംബ്. അപ്പോൾ കണ്ണ് കാണാത്തവർക്കും ചെവി കേൾക്കാത്തവർക്കും സംസാരിക്കാൻ പറ്റാത്തവർക്കൊക്കെ അത്തരം ആൾക്കാർക്കാണ് ഈ ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടുന്നത് എങ്കിൽ 3200 രൂപ പെർ മന്ത് എക്സംഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ട്രാവൽ അലവൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി അത് നോർമൽ കേസിലാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. എന്തെങ്കിലും ഫിസിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 3200 പെർ മന്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് അണ്ടർഗ്രൗണ്ട് അലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് കൊടുക്കുന്ന അലവൻസാണ് 800 പെർ മന്ത്. നെക്സ്റ്റ് അലവൻസ് ഗിവൺ ടു ട്രാൻസ്പോർട്ട് എംപ്ലോയി വർക്കിംഗ് ഇൻ എ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഈ റെയിൽവേയിൽ അതേപോലെ എയർലൈനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ എംപ്ലോയർ ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസാണ് ഈ ട്രാൻസ്പോർട്ട് അലവൻസ് എന്നുള്ളത്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് അലവൻസ് ട്രാൻസ്പോർട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർക്കാണ് കിട്ടുന്നത് എങ്കിൽ 10000 രൂപ പെർ മന്ത് അല്ലെങ്കിൽ 70% ഓഫ് സച്ച് അലവൻസ് എന്തിട്ടും എക്സംഷൻ കിട്ടും. ഇതിൽ ഏതാണോ ലിസ്റ്റ് അത് എക്സംഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഈ എന്താ പറയുക ട്രാൻസ്പോർട്ട് അലവൻസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. അപ്പോൾ താഴെ പറയുന്ന അലവൻസ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ടാക്സബിൾ അല്ല, അത് എടുക്കില്ല. ഫോറിൻ അലവൻസ് പെയ്ഡ് ടു എ ഗവൺമെൻറ് എംപ്ലോയി ബൈ ദി ഗവൺമെൻറ് ടു എൻ ഇന്ത്യൻ സിറ്റിസൺ ഫോർ റെൻഡറിങ് സർവീസ് അബ്രോഡ്. അപ്പോൾ ഇന്ത്യൻ വംശജരുണ്ടാവും, അത് ചിലപ്പോൾ അബ്രോഡിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ എംബസിയിലൊക്കെ ജോലി ചെയ്യുന്നവർ അവർക്ക് കൊടുക്കുന്ന അലവൻസ്. പിന്നെ അത് ഹൈക്കോർട്ട് സുപ്രീം കോടതി ജഡ്ജിന് കൊടുക്കുന്ന അലവൻസ് റിസീവ്ഡ് ബൈ an employee of UNA from United National Organization, allowance to High Court judge under section 222A of the High Court judges. ഓക്കെ, അപ്പോൾ ഇതാണ് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർക്ക് അലവൻസ് ടാക്സബിൾ ആവില്ല.
പിന്നെ അതേപോലെ UNO യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ്റെ എംപ്ലോയികൾക്ക് അതും ടാക്സബിൾ ആകില്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ അലവൻസിൻ്റെ കേസിൽ ഫുള്ളി ടാക്സബിൾ, പാർഷ്യലി ടാക്സബിൾ ആൻഡ് ഫുള്ളി എക്സംപ്റ്റഡ് പഠിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ടൊറ്റ പ്രോബ്ലം നമുക്ക് നോക്കാം. മിസ്റ്റർ ജോസഫ് ജോയിൻഡ് സ്റ്റാർ ലിമിറ്റഡ് ഓൺ 1st April 2021. ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഹിസ് സാലറി ആസ് ഫോളോസ്. ബേസിക് സാലറി 5,000 പെർ മന്ത് ആണ്. DA 2,000 പെർ മന്ത്. അതിൽ 50% കൺസിഡേർഡ് ഫോർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. എഡ്യൂക്കേഷൻ അലവൻസ് ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടികളാണുള്ളത്. ഓക്കെ. ഹോസ്റ്റൽ അലവൻസ്, മെഡിക്കൽ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, സർവൻ്റ് അലവൻസ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, അസിസ്റ്റൻ്റ് അലവൻസ്, പിന്നെ ബോണസ്, കമ്മീഷന്, ഫീസ് ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ആൻസർ ചെയ്യുന്നു. അപ്പോൾ ആദ്യം ബേസിക് സാലറി 5,000 പെർ മന്ത് ആണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് വരുമ്പോൾ 60,000 വരും. DA 2,000 പെർ മന്ത്. അപ്പോൾ ഒരു വർഷത്തേക്ക് വരുമ്പോൾ 24,000. ഓക്കെ. എഡ്യൂക്കേഷൻ അലവൻസ് 1,000 പെർ മന്ത്. അപ്പോൾ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് 1,000 പെർ മന്ത് ആണ് കിട്ടുന്നത്. അപ്പോൾ പക്ഷേ അതിൽ എക്സംഷൻ എഡ്യൂക്കേഷൻ അലവൻസ് നോക്കുക, 1,000 പെർ മന്ത് ആകുമ്പോൾ 12,000 അല്ലേ, 12,000 രൂപ കിട്ടും. പക്ഷേ എക്സംഷന് ഒരു കുട്ടിക്ക് 100 രൂപ വീതം, മാക്സിമം 2 കുട്ടിക്ക് അല്ലേ. അപ്പോൾ 2 കുട്ടിക്ക് ആകുമ്പോൾ 200 രൂപ. അപ്പോൾ 100 × 2 × 12, അപ്പോൾ 2,400 കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആകും. ഓക്കെ. അപ്പോൾ 12,000 നിന്ന് 2,400 കുറച്ച് കഴിഞ്ഞാൽ 9,600. ദെൻ ഹോസ്റ്റൽ അലവൻസ് 2,000 പെർ മന്ത് ആണ്. അപ്പോൾ അതും ഹോസ്റ്റൽ അലവൻസ് ഇതേപോലെ തന്നെയാണ് കിട്ടിയത്. എത്ര ഹോസ്റ്റൽ അലവൻസ് കിട്ടിയത് 1,800 പെർ മന്ത് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു വർഷത്തേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക 300 രൂപ. നമ്മൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസിൽ 100 ആണ് ഒരു കുട്ടിക്ക് പറഞ്ഞെങ്കിൽ ഇവിടെ 300 പെർ മന്ത് പെർ ചൈൽഡ്, മാക്സിമം 2 ചിൽഡ്രൻ. പിന്നെ പറയുന്നത് ട്രാൻസ്പോർട്ട് അലവൻസ് ബീയിങ് യൂസ്ഡ് ഫോർ മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്ര രൂപ ചിലവായിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. 12,000 പെർ മന്താണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് 12,000. നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് അലവൻസ് 1,800 ബീയിങ് യൂസ്ഡ് ഫോർ ദി ഓഫീസ് റെസിഡൻസ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഇവിടെ നോക്കുക, ട്രാൻസ്പോർട്ട് അലവൻസ് 1,800 പെർ മന്താണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് വരുമ്പോൾ 21,600 വരും. അപ്പോൾ അത് ട്രാൻസ്പോർട്ട് അലവൻസിൻ്റെ കേസിൽ ഡഫ്, ഡംബ്, ബ്ലൈൻഡ് ഇവർക്കൊക്കെയാണ് എന്ത് കിട്ടുക, എക്സംഷൻ കിട്ടുക. ബാക്കിയുള്ളവർക്കൊന്നും കിട്ടില്ല. നെക്സ്റ്റ് സർവൻ്റ് അലവൻസ് 1,200 പെർ മന്ത് ആകുമ്പോൾ ഒരു വർഷത്തേക്ക് 12,000 സർവൻ്റ് അലവൻസ്. ഓക്കെ. പിന്നെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് 2,000 പെർ മന്ത് ആണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് വരുമ്പോൾ 24,000. പിന്നെ വരുന്നത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 1,000 പെർ മന്ത് ആണ്. അപ്പോൾ അത് ഒരു വർഷത്തേക്ക് വരുമ്പോൾ 12,000 ആണ്. ഇയാൾ പ്രൈവറ്റ് എംപ്ലോയി ആയതുകൊണ്ട് ഡിഡക്ഷൻ ഒന്നുമില്ല. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 12,000. പിന്നെ അസിസ്റ്റൻ്റ് അലവൻസ് 3,000 പെർ മന്ത് ആണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് 36,000. അസിസ്റ്റൻറ്റിന് പേ ചെയ്തത് അല്ലേ, അസിസ്റ്റൻ്റ് അലവൻസ്, ഹെൽപ്പർ അലവൻസ്, സ്പെഷ്യൽ അലവൻസ് ആണ്. 6 പറഞ്ഞതിൽ പെട്ടതാണ്. അപ്പോൾ ഈ അസിസ്റ്റൻ്റ് അലവൻസ് 3,000 പെർ മന്ത് ആണ്. ശരിക്കും അത് പേ ചെയ്തത് 2,000 പെർ മന്ത് ആണ്. അപ്പോൾ 1,000 പെർ മന്ത് വെച്ചിട്ട് ടാക്സബിൾ ആകും 12,000. ബോണസ് 24,000, കമ്മീഷൻ 9,000, ഫീസൊക്കെ പിന്നെ അതേപോലെ തന്നെയാണ്. ഇതൊക്കെ കൂടി കൂട്ടുമ്പോഴാണ് ഗ്രോസ് സാലറി കിട്ടുക. അപ്പോൾ സാലറി, ബോണസ്, കമ്മീഷൻ, ഫീസ്, DA, എഡ്യൂക്കേഷൻ അലവൻസ്, ഹോസ്റ്റൽ അലവൻസ്, മെഡിക്കൽ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, അസിസ്റ്റൻ്റ് അലവൻസ്. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതാണ് ഗ്രോസ് സാലറി. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അലവൻസ് എന്ന ടോപ്പിക്ക് കഴിഞ്ഞു. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞ വീഡിയോ HRയും ഈ വീഡിയോയിൽ ബാക്കിയുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ സാലറി ഇന്ന് വരുന്ന കൂടുതൽ പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.